ഓം. ഇപ്പോൾ നമ്മൾ ഭാഗവതത്തിൽ 4-ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങൾ വരെയുള്ള ആശയങ്ങളെ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആയതിലെ കഥകളെക്കുറിച്ചും കഥയിൽ നിന്നും ആത്മീയമായിട്ട് പ്രധാനമായി എന്താണ് നമ്മൾ ബോധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടം മുതൽ നമ്മൾ 5-ാമത്തെ ദിവസത്തിലെ കഥകളെക്കുറിച്ച് പറയുവാൻ ആരംഭിക്കുകയാണ്. ഇവിടെ 10-ാമത്തെ സ്കന്ധത്തിലെ ആശയങ്ങൾ ആണ് വിശകലനം ചെയ്യുവാനായിട്ടുള്ളത്. 5-ാമത്തെ ദിവസത്തിലെ കഥകൾ അവസാനിക്കുന്നത് രുക്മിണി സ്വയംവരം വരെയാണ്. ഇന്ന് ഭഗവാന്റെ ഗോകുലത്തിലെ ലീലകൾ മുതൽ ഭഗവാന്റെ രുക്മിണി സ്വയം വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കുവാനായിട്ട് ഉണ്ട്. നമുക്ക് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മളിപ്പോ ഭഗവാന്റെ അവതാര ഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഭഗവാൻ അവതരിച്ചതും ഭഗവാനെ അവിടെ അമ്പാടിയിൽ ഗോകുലത്തിൽ കൊണ്ടുപോയി ആക്കിയതുമെല്ലാം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. 4-ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങൾ വരെയുള്ളതിനെയാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി നമുക്ക് ഇപ്പോ 10-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം മുതൽക്കുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് പറയുവാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഗോകുലത്തിലെ കഥകളാണ് പറയുവാൻ ആരംഭിക്കുന്നത്. ഗോകുലത്തിൽ വെച്ച് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായ ലീലാവിശേഷങ്ങളെ നമ്മൾ പറയുവാൻ ആരംഭിക്കുകയാണ്. ഇവിടെ യശോദാദേവി നിദ്രയിൽ നിന്നും ഉണർന്നു. യോഗ മായാശക്തിയുടെ പ്രത്യേക അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് പ്രസവത്തോടുകൂടി തന്നെ ഗോകുലവാസികളെല്ലാം മയങ്ങിപ്പോവുകയാണ് ചെയ്തത്, ഉറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഉറക്കത്തിനിടയിൽ ആണ് വസുദേവർ ശ്രീകൃഷ്ണപരം പൊരുളിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയതും യോഗമായാശക്തിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയതും. അപ്പോ ഭഗവാന്റെ ഉദ്ദേശലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടപ്പോ യശോദ മയക്കത്തിൽ നിന്നും ഉണരുകയാണ്. അങ്ങനെ ഗോപികമാരും ഉണർന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നന്ദാദി ഗോപന്മാരെല്ലാം യശോദ പ്രസവിച്ച് തനിക്ക് നല്ലൊരു ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം അറിയുകയാണ്. അങ്ങനെ അവരുടെ ആനന്ദത്തിന് എങ്ങനെ വർണ്ണിച്ചാലും അത് അവസാനിക്കുകയില്ല. അവർ അത്രയധികം ആനന്ദഭരിതരായി തീർന്നിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഗോകുലവാസികൾ എല്ലാവരും തന്നെ. ആ സംതൃപ്തി കൊണ്ട് നന്ദഗോപര് കുളിച്ച് അനേക വിധത്തിലുള്ള ദാനങ്ങൾ ചെയ്യുന്നുണ്ട്, പശുദാനങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ പുത്രന്റെ ജാതക കർമ്മം കഴിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഷോഡശ സംസ്കാരത്തില് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന സംസ്കാരമാണ്, ചടങ്ങാണ് ജാതകർമ്മ സംസ്കാരം. അതിനെക്കുറിച്ച് നമ്മളിവിടെ ഷോഡശ സംസ്കാരം സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു പോയിട്ടുണ്ട്. 7-ാമത്തെ സ്കന്ധത്തിന്റെ അവസാന ഭാഗത്തിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഭാഗം നമ്മളൊന്നെടുത്ത് വീണ്ടും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ സാക്ഷാൽ പരമ്പൊരുളായ പരബ്രഹ്മ തത്വമായ നിജശുദ്ധബുദ്ധബോധമുക്തമായ സച്ചിദാനന്ദ കട്ട തന്നെ
നാമരൂപം സ്വീകരിച്ച് ഭൂലോകത്തിൽ വന്നപ്പോൾ ആ ഭഗവാനെ കൂടി നമ്മളിവിടെ ആ ഷോഡശ സംസ്കാരങ്ങളിലെ ചടങ്ങുകളെല്ലാം ചെയ്യുകയെന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ആചാരമാണ്. ഈ ആചാരം നമ്മെ ഈശ്വരനാക്കി തീർക്കുന്ന ധർമ്മങ്ങളാണ്. ആ ധർമ്മങ്ങൾ നമ്മൾ വിധിയാവണ്ണം ആചരിച്ചു പോകുമ്പോൾ നമ്മൾ ധർമ്മസ്വരൂപികളാവുകയും ധർമ്മത്തിന്റെ സ്വരൂപമായ പരബ്രഹ്മത്തെ ഈശ്വരീയമായ ദിവ്യചൈതന്യത്തെ അറിയുവാനും അനുഭവിക്കുവാനും അതിലൊന്നായി തീരുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോ അങ്ങനെ നമ്മുടെ നന്ദഗോപരുടെ പുത്രലാഭവാർത്ത എല്ലാ ദിക്കിലും കൊട്ടി അറിയിക്കുകയുണ്ടായി. അവിടെ ഗോപന്മാരും ഗോപികകളും വളരെയധികം സന്തോഷം അനുഭവിക്കുന്നവരായി തീർന്നു. ഗോപന്മാര് തലപ്പാവും കസവ് വേഷ്ടിയും ധരിച്ച് കാഴ്ച സാധനങ്ങളുമായിട്ട് നന്ദമന്ദിരത്തിലെത്തി. നന്ദനന്ദനെ കണ്ടവരെല്ലാം അത്യധികം പരമാനന്ദത്തെ അനുഭവിക്കുകയും ചെയ്തു. അവരെല്ലാം ആനന്ദമൂർച്ചുകൊണ്ട് ദധി ക്ഷീര ഘൃതങ്ങളെ അന്യോന്യം ദേഹത്തിൽ ഒഴിക്കുകയുണ്ടായി. പഴങ്ങളെ കൊണ്ട് അവർ പരസ്പരം എറിഞ്ഞുകൊണ്ട് ആനന്ദിച്ചു. തകില്, നാദസ്വരം തുടങ്ങിയ വാദ്യ വിശേഷങ്ങൾ അവരവിടെ നല്ല രീതിയിൽ മുഴക്കുകയുണ്ടായി. സർവാഭരണഭൂഷിതകളായ ഗോപികള് കൂട്ടം കൂട്ടമായിട്ട് വന്ന നീലബാലനെ കണ്ട് ആനന്ദിച്ച് ആശീർവദിക്കുകയും പാട്ടുപാടുകയും അതുപോലെ നൃത്തം വയ്ക്കുകയുമെല്ലാം ചെയ്തു. വന്നവർക്കെല്ലാം നന്ദഗോപരെ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഭക്ഷണങ്ങളും എല്ലാം വേണ്ട രീതിയിൽ സൽക്കരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദഗോകുലം ഇപ്പൊ ലക്ഷ്മി ഭഗവതിയുടെ കളിപ്പന്തല് പോലെ പരിശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് അവിടെ ശോഭിക്കുകയാണ് നമ്മുടെ ഗോകുലം. അങ്ങനെ ആനന്ദ സാഗരത്തിൽ ആറാടിയ ഗോകുലവാസികള് ദിനരാത്രികൾ പോകുന്നത് അറിഞ്ഞതേയില്ല. നമ്മുടെ മനസ്സിൽ ആനന്ദം അലതല്ലി നിൽക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയുകയില്ല. നേരെ മറിച്ച് മനസ്സ് വിഷാദത്തിലും ദുഃഖത്തിലും ശോകത്തിലുമാകുമ്പോഴോ ഒരു നിമിഷം പോലും നമുക്ക് എത്രയോ ദൈർഘ്യമുള്ളതായിട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുക. അപ്പോ രാത്രിയും പകലും അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളെയൊന്നും സന്തോഷത്തില് മതിമറന്നിരിക്കുന്ന ആ ഗോകുലവാസികൾ അറിഞ്ഞതേയില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കല് നന്ദഗോപൻ ഗോകുലരക്ഷയ്ക്ക് ഗോപന്മാരെ ഏൽപ്പിച്ചിട്ട് കംസനെ കപ്പം കൊടുക്കുവാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് പോവുക ഉണ്ടായി. അങ്ങനെ കംസനെ കണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ നന്ദഗോപൻ വന്ന് വിവരമറിഞ്ഞ വസുദേവർ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവർ പരസ്പരം യോഗക്ഷേമങ്ങൾ പറഞ്ഞു. ഈ ജ്യേഷ്ഠൻ അങ്ങേക്ക് പുത്രലാഭമുണ്ടായി എന്ന് അറിയുവാൻ സാധിച്ചു. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾക്ക് നന്മ വന്ന് കാണുന്നത് തന്നെയാണ് വലിയ സന്തോഷം എന്നും മറ്റും വസുദേവൻ പറഞ്ഞതിന് നന്ദഗോപൻ മറുപടി പറഞ്ഞു. വസുദേവൻ, അങ്ങേക്ക് 5-6 ഉണ്ണികൾ ഉണ്ടായെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? ഉണ്ടാവലും നശിക്കലും സ്വാഭാവികമാണ്. അങ്ങയുടെ 8ാമത്തെ കുട്ടി മേൽപോട്ട് പറന്നുപോയി എന്ന് കേട്ടു. എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചത് എന്നൊക്കെ നന്ദഗോപൻ പറയുമ്പോൾ രാക്ഷസിയായ പൂതന കുട്ടികളെ കൊല്ലാൻ വീടുതോറും സഞ്ചരിക്കുന്ന വിവരം അറിയുന്ന വസുദേവൻ എങ്ങനെയെങ്കിലും നന്ദഗോപരെ എത്രയും പെട്ടെന്ന് അമ്പാടിയിലേക്ക് എത്തിക്കണം എന്ന ഏക വിചാരത്തോടുകൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലയോ ചേട്ടാ, അമ്പാടിയിലെന്തോ ചില ദുർനിമിത്തങ്ങൾ, ആപത്തുകൾ ഞാൻ
വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിമിത്തങ്ങളും ലക്ഷണങ്ങളും സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടെ വളരെയധികം ദോഷങ്ങൾ നടക്കുവാൻ സാധ്യതകൾ കാണുന്നു. തിരക്കുകളെല്ലാം കഴിഞ്ഞാൽ താമസിയാതെ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്നതായിരിക്കും നല്ലത്. വസുദേവന്റെ ഈ അഭിപ്രായം കേട്ട ഉടൻ തന്നെ യാത്രയും പറഞ്ഞ് അമ്പാടിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കുട്ടികൾക്ക് ആപത്തുണ്ടാവരുതേ എന്ന് അദ്ദേഹം ദൈവത്തോട് നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ കംസന്റെ കൽപ്പനപ്രകാരം പൂതന കുട്ടികളെ കൊന്നുകൊണ്ടിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാമചാരിണിയായ അവള് ആകാശമാർഗം തന്നെ അമ്പാടിയിലെത്തുകയും ചെയ്തു. മായ കൊണ്ടോ അതിസുന്ദരിയായിട്ടുള്ള ഒരു രൂപം സ്വീകരിച്ചു. അങ്ങനെ നന്ദമന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിനെ അന്വേഷിച്ചു വരുന്ന സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയോ എന്ന് വരുന്നതെന്ന് ഗോപികളെല്ലാം ആ പൂതനയെ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചുപോയി. വേഷം ആ രൂപത്തിലുള്ള ഒരു രൂപമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗോപികമാരെല്ലാം അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. എല്ലാവരോടും ചിരപരിചയം അഭിനയിച്ചുകൊണ്ട് ആ ബാലഗാധകി പ്രസവിച്ചു കിടക്കുന്ന യശോദയുടെ അടുക്കലെത്തി. പൂതനയ്ക്ക് ആ ഗോകുലവാസികളെയൊന്നും യാതൊരു അപരിചിതത്വമുള്ളതായിട്ടും പ്രകടിപ്പിച്ചില്ല. നമ്മളെല്ലാം എത്രയോ കാലങ്ങളായിട്ട് സുഹൃത്തുക്കളല്ലേ എന്നുള്ള രീതിയിൽ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ടും കുശല പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടും എവിടെ എത്തി? സാക്ഷാൽ സച്ചിദാനന്ദ പരമ്പൊരുൾ ആ ബാലസ്വരൂപത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന യശോദാദേവിയുടെ സമീപത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പൂതന. അപ്പൊ യശോദയുടെ ഉണ്ണിയെയും രോഹിണിപുത്രനെയും ആർത്തിയോടെ നോക്കിക്കാണുക തന്നെ ചെയ്തു. അപ്പൊ പ്രേമഭക്തന്മാർ കണ്ട് ആനന്ദിക്കുന്ന തന്റെ കടാക്ഷം ഈ പിശാചിനെ കാണിച്ചു കൊടുക്കുവാനുള്ള മടി കൊണ്ടാണോ എന്ന് നമുക്കൊക്കെ തോന്നിപ്പോകുന്ന മാതിരി എന്തുണ്ടായി? നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ കണ്ണടച്ച് അങ്ങോട്ട് വന്നു. അതുവരെ കണ്ണൊക്കെ വെച്ചിങ്ങനെ കൈകാര്യങ്ങളൊക്കെ അടിച്ച് വളരെ സന്തോഷത്തോടുകൂടി കളിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ബാലകാതകി അരാക്ഷസി വരുന്നത് അറിയാവുന്ന ദിവ്യസ്വരൂപി എന്ത് ചെയ്തു? തന്റെ കടാക്ഷ ദൃഷ്ടി പൂതനിക്ക് ഇപ്പോ കൊടുക്കേണ്ടതില്ല എന്നും കരുതി ഉറങ്ങിയവനെ പോലെ ഉറക്കം നടിച്ച് അവിടെ കിടന്നു. അപ്പോ ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ കയറെന്ന് തെറ്റിദ്ധരിച്ച് എടുക്കുന്നത് പോലെ ആ മായാ ബാലകുമാരനെ ആരാ നമ്മുടെ പൂതനെ എടുത്ത് മടിയിൽ വെച്ച് താലോലിച്ചു. അതിവാത്സല്യം നടിച്ച് എന്താ ചെയ്തത്? വിഷം തീച്ച മുല വായിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു ഭഗവാനെ. എന്തെന്നില്ലാത്ത ആഹ്ലാദം ആ കുഞ്ഞിനോട് കാണിച്ച ആ രാക്ഷസി കാണിച്ചതെന്താണ്? ഭഗവാന് വിഷം കൊടുത്ത് കൊല്ലുവാൻ വേണ്ടിയിട്ട് തന്റെ സ്തനത്തില് എന്താണ് വിഷം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷമുള്ള സ്തനങ്ങളെ ഭഗവാന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഉറങ്ങുകയാണെങ്കിൽ ആ അത്ഭുത ബാലകൻ ആർത്തിയോടെ മുലപ്പാൽ കുടിക്കുവാൻ തുടങ്ങി. പ്രസവിക്കാത്ത പിശാചിൽ പാലുണ്ടാകുമോ? മുലപ്പാലുണ്ടാകുമോ? ഉണ്ടാവില്ല. മുലപ്പാല് കിട്ടാഞ്ഞപ്പോഴോ ഭഗവാൻ അല്പം ക്രോധഭാവത്തോടെ സ്ഥാനത്തിൽ കൂടി ആ പിശാചിന്റെ പഞ്ചപ്രാണനെയും വലിച്ച് ആകർഷിച്ച് അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. അതാണ് ഭഗവാൻ ചെയ്തത്. അപ്പോഴോ പ്രാണവേദന സഹിക്കവയ്യാതെ അവൾ ആർത്ത് അട്ടഹസിച്ച് കൈകാലുകൾ ഭൂമിയിലിട്ട് അടിച്ചുകൊണ്ട് ചത്തു. ശബ്ദം കേട്ട് ഗോപീഗോപാലന്മാര്
ഓടിക്കൂടി നോക്കിയപ്പോഴെന്താണ്? ഭയാനകമായ പൂതനാദേഹം കണ്ട് അവരത്ഭുതത്തോടും ഭയത്തോടും കൂടിയിട്ട് നോക്കി നിന്നു, അതിശയിച്ചു നിന്നു. ഗോപികള് പൂതനയുടെ മാറത്ത് കളിക്കുന്ന കണ്ണനുണ്ണിയെ എടുത്തുകൊണ്ട് വന്ന് യശോദയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഭഗവാൻ തനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവളുടെ തിരുമാർവിടത്തില് കളിച്ചുണ്ടി കിടക്കുക ചെയ്തത്. അങ്ങനെ ഉണ്ണിക്ക് കേടുകൂടാതെ കിട്ടിയതിൽ അവരെല്ലാവരും അത്യധികം സന്തോഷിച്ചു. പിന്നെ ഗോമൂത്ര സ്പർശത്തെ കൊണ്ട് ശുദ്ധി വരുത്തി ബാലരക്ഷാമന്ത്രം തൊട്ട് ജപിച്ച് ബാധകൾ അകറ്റി. അല്ലേ? ഇതൊക്കെ നമ്മുടെ ചടങ്ങുകളുടെ ആചാരങ്ങളുടെ ഭാഗമാണ്. ഇന്ന് കുട്ടികൾക്കുണ്ടാകുന്ന ബാലപീഠകളൊക്കെ പക്ഷിപീഠ, ബാലപീഠ, അതുപോലെ പല്ലും ചീറും, അങ്ങനെയൊക്കെയുള്ള പനി തുടങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒത്തിരി ബാലരോഗങ്ങൾക്ക് നമ്മുടെ ഈ ആളുകൾ എന്ത് ചെയ്യാം? ജപിച്ചൂതുകയും അതുപോലെ അങ്ങനെയുള്ള പല പ്രക്രിയകളും ചെയ്യും. അന്നും കണ്ടില്ലേ? അത് അന്നു മുതലേ ഉള്ളതാണ്. അതാണ് ഋഷി ഇവിടെ വരച്ച് കാണിച്ച് നമുക്ക് തരുന്നത്. നമ്മളാരും പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നൊരു സംഭവമല്ല. കാരണം വാസ്തവത്തിൽ ഇവിടെ പുതിയതായിട്ട് ആർക്കൊന്നും ചെയ്യല്ല എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിരുന്നതിനൊക്കെ ഒന്ന് പൊടിതട്ടി അത് ലോകോപകാരപ്രദമായ രീതിയിലൊന്ന് രൂപപ്പെടുത്തി കൊടുത്ത് വിടേണ്ട ആവശ്യമേ നമുക്കൊക്കെ വാസ്തവത്തിലുള്ളൂ. പുതിയതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. പലരും ദുരുപയോഗം ചെയ്തതിനെയും പലരും കുപ്രചരണം നടത്തിയതിനെയും ഒക്കെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി വെളിപ്പെടുത്തത്തക്ക രീതിയിൽ അതിൻ്റെ ആ യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ അങ്ങനെ യശോദ അങ്ങനെയുള്ള ബാലരക്ഷകളെല്ലാം കുഞ്ഞിനെ ചെറുവരെ കൊണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? തന്റെ പുത്രനെ എടുത്ത് മടിയിൽ കിടത്തി മുല കൊടുത്ത് ഉറക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് മധുരയിൽ നിന്നും നന്ദഗോപൻ തിരിച്ചെത്തുന്നത്. അപ്പൊ നടന്ന സംഭവങ്ങളെല്ലാം കേൾക്കുകയും പൂതനാദേഹം കാണുകയും ചെയ്ത അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. കാരണം നമ്മുടെ എന്താ വരാൻ പോകുന്ന ആപത്തിനെ മുൻകൂട്ടി കണ്ടതായ വസുദേവനെ മനസ്സാ ബഹുമാനിക്കുക തന്നെ ചെയ്തു. ആപത്തിൽ നിന്നും രക്ഷിച്ച ഈശ്വരനെ സ്തുതിക്കുകയും ദാനാദി സത്കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ പൂതനയുടെ ആ ദേഹം ഗോപന്മാരെല്ലാവരും ചേർന്ന് അനേക കഷ്ണങ്ങളാക്കിയിട്ട് ദൂരത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചു. ദഹന സമയത്തോ പൂതനാദേഹത്തിൽ നിന്നും പുറപ്പെട്ട സുഗന്ധത്തോടുകൂടിയ പുകയെ ആഘ്രാണിച്ച് നന്ദഗോപാദികളെ വിസ്മയിച്ച് നിന്നുപോയി. ഭഗവത് സ്പർശം കൊണ്ടെന്താണ് ആ പിശാചിന്റെ നീചമായ ദേഹവും കൂടി പരിശുദ്ധമായിരിക്കുകയാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന്റെ കഥ പറയുവാനുണ്ടോ? അതിന് സദ്ഗതി കിട്ടി എന്നുള്ളത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്ന വസ്തുത പുക വ്യക്തമാക്കുകയാണോ എന്ന് തോന്നുന്നു. നോക്കൂ, കൊല്ലുവാൻ വേണ്ടി വിഷം കൊടുത്ത ആ പിശാചിനെ കൂടി ഭഗവാൻ മോക്ഷം കൊടുത്തു. അപ്പൊ പിന്നെ ആത്മാർത്ഥ ഭക്തിയോടുകൂടി നല്ലത് വല്ലതും അവിടത്തേക്ക് സമർപ്പിച്ചാൽ എന്തായിരിക്കും ഫലം എന്ന് ശ്രീ ശുഹാദികൾക്കും പറയുവാൻ സാധ്യമല്ലെന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മളിവിടെ ഭഗവാന്റെ ആദ്യപാദ ലീലയായിട്ട് എന്താണ്? പൂതനയുടെ വധം, പൂതനയുടെ മോക്ഷമാണ്, പൂതനാമോക്ഷമാണ് നമുക്കിവിടെ അറിയുവാൻ കാണുവാൻ സാധിച്ചു. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സന്ദർഭങ്ങളിൽ നിന്നും എന്താണ് നമ്മൾ അറിയേണ്ടത്? അതിനു വേണ്ടിയിട്ട് നമുക്ക് ഗോകുലത്തിലെ കഥകളിൽ നിന്നും ഇപ്പൊ നമ്മൾ പൂതനാമോക്ഷം, പൂതനയുടെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ പൂതനയുടെ കഥയിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്? അത് ഇവിടുത്തെ വിഷയം 10ാമത്തെ സ്കന്ധത്തിലെ നിരോധമാണെന്ന് നമുക്ക് 4ാമത്തെ ദിവസത്തിലെ കഥയുടെ അവസാന ഭാഗത്ത് നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കഥകളെ ശ്രവിച്ച് നമ്മുടെ മനസ്സ് മറ്റൊന്നിലേക്കും പോകാതെ ആ ഈശ്വരീയമായ ശക്തിയുടെ മഹിമയിൽ തന്നെ അന്തർമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്ന വിശേഷമാണ് നിരോധം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു.
ലൗകികങ്ങളും വൈദികങ്ങളുമായിരിക്കുന്ന സകല ധർമ്മങ്ങളും ഉപേക്ഷിച്ച് താൻ തന്റെ ആത്മാവിൽ നിജബോധത്തോടുകൂടി നിലകൊള്ളുന്ന സ്ഥിതിയാണ് നിരോധമെന്നും നമുക്കറിയുവാൻ സാധിച്ചു. അപ്പൊ ഇനി ഇന്നത്തെ യോഗഭൂമിക എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. 5-ാമത്തെ ദിവസത്തിലെ യോഗഭൂമിക എന്ന് പറയുന്നത് അസംസക്തിയാണ്. യോഗഭൂമികളുടെ വിശദ വിവരം നമ്മൾ ആ ഭാഗവതത്തിലെ വിഷയം പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അസംസക്തി എന്ന് പറയുന്ന യോഗഭൂമികയുടെ പ്രത്യേകത എന്താണ്? യാതൊരു വിഷയത്തിലും മനസ്സാസക്തമാകാത്ത സ്ഥിതിവിശേഷമാണ് അസംസക്തി. ലൗകികങ്ങളായിരിക്കുന്ന ഈ സംസാരത്തിലെ ദൃശ്യവസ്തുക്കളിലും അദൃശ്യവസ്തുക്കളിലും മോഹിക്കാതെ മനസ്സ് ആത്മശക്തിയിൽ അന്തർമുഖമാകുന്ന സ്ഥിതിവിശേഷമാണ് അസംസക്തി. അപ്പൊ അസംസക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈശ്വരനിൽ നമ്മുടെ ചിത്തം സുദൃഢമായിട്ട് തീരണം. ഈശ്വരനിൽ നമ്മുടെ ചിത്തം സുദൃഢമായിട്ട് തീരണമെങ്കിലോ ആ ഈശ്വരന്റെ ദിവ്യലീലകള് നമുക്ക് കലർപ്പില്ലാതെ ശ്രവിക്കുവാൻ സാധിക്കണം. അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് ശ്രീ ശുകപരീക്ഷ സംവാദ രൂപേണ നമുക്ക് ഈ കഥയുടെ താല്പര്യത്തെ, സന്ദേശത്തെ മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. ധനം, ശ്രുതി, സ്മൃതി, പുരാണേതിഹാസങ്ങളെല്ലാം രചിച്ചു കഴിഞ്ഞിട്ടും തനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായിട്ടില്ല. അതിന് കാരണം കലിയിലെ, അത് പ്രത്യേകിച്ച് എല്ലാ യുഗത്തിലും സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേണ്ടി അവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഞാനൊരു ഗ്രന്ഥരചന ചെയ്യാത്തതാണ് എന്റെ ദുഃഖത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വ്യാസരാണ് ഈ ഭാഗവതത്തെ നമ്മളോട് പറയുന്നത്. അതും പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയാ പറയുന്നത്? ഈ 10-ാമത്തെ സ്കന്ധത്തിന്റെ ഭഗവാൻ ലീലകളെ നമുക്ക് ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ആ അചിന്യവും അവ്യക്തവും നിർഗുണവുമായിരിക്കുന്ന പരമാത്മസത്തയിലെ നമ്മുടെ മനസ്സ് അന്തർമുഖമായി തീരുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ കഥകളെല്ലാം എന്ന് നമ്മളിവിടെ പ്രത്യേകം ഓർത്തിരിക്കുക തന്നെ ചെയ്യണം. അപ്പോ അസംസക്തി വരുവാൻ ഈശ്വരനിൽ ആസക്തി വളരണം. ഗോകുലത്തിലെ കഥകളാണ്. യശോദയ്ക്ക് പുണ്യമുണ്ടായത് അറിഞ്ഞപ്പോ ഗോകുലവാസത്തിലെല്ലാവരും എന്താണ്? ആനന്ദോത്സവത്തിലാണ്. അങ്ങനെ ആനന്ദസാഗരത്തിൽ ആറാടിയ ഗോകുലവാസികള് സംതൃപ്തമായിട്ട് തന്നെ ദിനരാത്രങ്ങള് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ ഗോകുല രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗോപന്മാരെയെല്ലാം ഏർപ്പെടുത്തിയിട്ട് നമ്മുടെ നന്ദഗോപര് കംസന് കപ്പം കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന സന്ദർഭം നമ്മൾ കേട്ടു. അങ്ങനെയാണ് മധുരയിലേക്ക് പോയത്. അവിടെ വെച്ച് വസുദേവരെയും കാണാണ്ടായി, കുശല പ്രശ്നങ്ങൾ നടത്തി. അപ്പൊ പൂതനയുടെ വിവരമറിയുന്ന വസുദേവര നന്ദനോട് വേഗാമ്പാടിയിലേക്ക് പോകുവാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നന്ദഗോപര് പെട്ടെന്ന് തന്നെ മധുരയിൽ നിന്നും ഗോകുലത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പൊ ഈ പൂതന എങ്ങനെ, അതായത് കംസന്റെ ആജ്ഞയാൽ കുട്ടികളെ കൊന്നു നടക്കുന്ന പൂതന ആകാശമാർഗത്തിലൂടെയാണ് അമ്പാടിയിൽ എത്തിച്ചേരുന്നത്. മഹാലക്ഷ്മിയുടേതുപോലെയുള്ള രൂപം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നല്ല വേഷം ധരിച്ച് ആളുകൾ വഞ്ചിക്കുവാൻ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോ നമ്മുടെ ലോകത്തിൽ, സമൂഹത്തിൽ ഏറ്റവും നല്ല വേഷം സന്യാസമാണ്, കാവ്യയുടേതാണ്. അനുഭവത്തിന്റെയും ത്യാഗത്തിന്റെയും വേദനയുടെയും പ്രതീകമായിരിക്കുന്ന ആ യഥാർത്ഥ സത്യത്തിന്റെ, സദാചാരത്തിന്റെ, ആത്മീയതയുടെ പരിശുദ്ധ വേഷം കാവ്യാണ്. എന്നാൽ ചിലരെന്താണ്, ഈ വേഷം സന്യാസമൊന്നും സ്വീകരിക്കാതെ എന്ത് ചെയ്യും? ഈ വേഷം അങ്ങോട്ട് എടുത്ത് ഇവിടെ പലതരത്തിലുള്ള ദുരുപയോഗങ്ങളും
ചെയ്യുവാൻ തയ്യാറാവുകയും ചെയ്യും. അപ്പൊ ഈ രൂപത്തിൽ വരുന്നത് യാഥാർത്ഥ്യത്തിൽ സാധു തന്നെയാണോ, ഗുരു തന്നെയാണോ, അതോ സാധുവിന്റെ രൂപം ധരിച്ചിരിക്കുന്ന തമോ രജോ ഗുണികളാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കണം. അതിനുള്ള എളുപ്പവഴി എന്താന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ളവര് പരിചയപ്പെടുത്തി തരുന്ന സന്യാസിമാരുടെ അടുക്കിലേക്കും സന്യാസാശ്രമങ്ങളിലേക്കും ഒക്കെ പോകുന്നതാണ് അതിൽ ഉത്തമമായിരിക്കുന്നത്. അപരിചിതമായ സ്ഥലത്തിലേക്ക് കഴിവതും പോകാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനൊക്കെ ഇപ്പൊ നമുക്ക് ഉള്ള ഒരു നല്ല നല്ല വഴികൾ. അപ്പോ ഇവിടെ കണ്ടില്ലേ, പൂതന രാക്ഷസിയാണ്. അതും പ്രത്യേകിച്ച് കുട്ടികളെ കൊന്നു നടക്കുന്നവളാണ്. അപ്പൊ അമ്പാടിയില് എളുപ്പത്തിൽ കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത സൂത്രം കണ്ടില്ലേ, വേഷം മാറി, രൂപം മാറി, നല്ല വേലയെടുത്തെടുത്ത് തച്ചാൽ ഒരു മഹാലക്ഷ്മിയുടെ പ്രകൃത ഭംഗി അങ്ങോട്ട് ഉണ്ടാക്കി തീർത്തിട്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോഴോ താമരക്കണ്ണൻ തൃക്കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അവിടെ ചെയ്തത്. നമ്മൾ കണ്ടു. അത് ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ കയറുന്ന പോലെ എടുത്തു. പക്ഷെ പ്രസവിക്കാത്ത പിശാചിന് മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ആ ഭഗവാൻ പൂതനയുടെ പഞ്ചപ്രാണനെയും വലിച്ചെടുക്കുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ഭയാനകമായ പൂതനാദേഹം കണ്ട് അവരെല്ലാം എന്തു ചെയ്തു? അമ്പരക്കുക തന്നെ ചെയ്തു. ഇവിടെ എന്താണ് ഈ പൂതന എന്ന് പറഞ്ഞാൽ? അവിദ്യ പൂതന നഷ്ടഗന്ധ മാത്രാവശേഷിത. അവിദ്യ പൂതന നഷ്ടഗന്ധ മാത്രാവശേഷിത എന്നുവെച്ചാൽ അവിദ്യയാകുന്ന പൂതന നശിച്ച് സുഗന്ധമായി തീർന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പൂതന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അവിദ്യയാണ്. അപ്പൊ ആ അവിദ്യയാകുന്ന പൂതനാശക്തി, വഞ്ചനാശക്തി, കാപ്പട്യശക്തി ഭഗവത് അനുഗ്രഹം കൊണ്ട് അങ്ങോട്ട് നശിച്ചപ്പോഴോ അത് സുഗന്ധമായിട്ട് തീർന്നു. അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ജീവനെ മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇന്നിവിടെ അഞ്ചാമത്തെ യോഗഭൂമികയാണ്. അത് അസംശക്തിയാണ്. ആ അസംശക്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഭക്തി വളർത്തണം, ഭക്തിയെ പോഷിപ്പിക്കണം. എന്താണ് യഥാർത്ഥ ഭക്തി? ഈശ്വരനെ അനുഭവിക്കലാണ് ഭക്തിയുടെ അനുഭവം. യഥാർത്ഥ ഭക്തിയുടെ അനുഭവം ഈശ്വരനെ അനുഭവിക്കലാകുന്നു. പൂതനയ്ക്ക് അതുണ്ടായി. അപ്പോഴോ ആ സംസാര വൃക്ഷം വീണപ്പോൾ പൂതന പരമാത്മാവില് ലയിക്കുകയും ചെയ്തു. ബ്രഹ്മാദി ദേവന്മാര് സ്തുതിച്ച സ്തുതിയിൽ സംസാര വൃക്ഷത്തിന്റെ ഘടന നമുക്കറിയുവാൻ സാധിച്ചു. ഒരാശ്രയം എന്നൊക്കെ പറഞ്ഞ് 2 വേരുകള് 3 ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിനെവിടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ അജ്ഞാനജന്യമായിരിക്കുന്ന മോഹത്തോടു കൂടിയിരിക്കുന്ന ശരീരം ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് അറിഞ്ഞാലും അറിയാതെയായാലും ഇപ്പൊ ഇവിടെ ഭഗവാന്റെ സ്പർശം അനുഭവിച്ചുകൊണ്ടാണ് പൂതനയുടെ അവസാനം ഉണ്ടാകുന്നത്. ഈശ്വരനെ അനുഭവിച്ചുകൊണ്ടാണ്. അങ്ങനെ അത് പരമാത്മാവിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു. അപ്പൊ ഈ ജീവഭാവം വാസ്തവത്തിൽ എങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്നത്? ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ പെൺകുട്ടിയാണ്, ഞാൻ ഇന്നയാളാണ് എന്നുള്ള രീതിയിൽ ഈ ജീവഭാവം നിലനിൽക്കുന്നത് അവിദ്യ കൊണ്ടാണ്, ആത്മവിസ്മൃതി കൊണ്ടാണ്. ആത്മവിസ്മൃതി കൊണ്ടാണ് ഞാൻ ഇന്നാളാണെന്നും ഇന്നാരാണെന്നും തോന്നി എന്റെ ദൗത്യം, എന്റെ കടമ ഇതാണ് എന്നൊക്കെ അങ്ങോട്ട് ധരിച്ച് നമ്മുടെ യഥാർത്ഥ ആ അവസ്ഥയെ നമ്മൾ എന്താ ചെയ്യുന്നത്? അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്കും സമൂഹത്തിനും എല്ലാവർക്കും കുറച്ചെങ്കിലും ആശ്വാസപ്രദമാകുന്നത്
നമ്മൾ ആത്മീയമായിരിക്കുന്ന അവബോധത്തോടു കൂടിയിട്ടുള്ള ജീവിതചര്യയിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. അവിടെ ഈശ്വരനെ അറിയുവാൻ വേണ്ടിയിട്ട് സദാചാരം അനുഷ്ഠിച്ചിട്ടുള്ള ജീവിതമാണ്. അതാണ് അത് ശ്രേഷ്ഠമായിട്ട് തീരുന്നത്. ഇവിടെ പൂതന, അതായത് നമ്മുടെ ജീവഭാവം അവിദ്യ കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഈ ലോകത്തിലെ വിഷയങ്ങളിൽ ആസക്തിയില്ലാതെ വരുന്നതാണ് വാസ്തവത്തിൽ അഞ്ചാമത്തെ യോഗഭൂമികയായ അസംസക്തി. അപ്പൊ അവിദ്യ നശിച്ചാൽ എന്തുണ്ടാകും? സുഗന്ധമുണ്ടാകും. അതാണ് പൂതനാദേഹം നശിച്ചപ്പോ അത് സുഗന്ധമായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. ഇപ്പോ ചന്ദനത്തിൽ അതിന്റെ സുഗന്ധം അതിന്റെ നിജഭാവമാണ്, നിജ ഗുണമാണ്, സ്വന്തം ഗുണമാണ്. എന്നാൽ അത് ചേറിലും ചെളിയിലും അനാദികാലങ്ങളായിട്ട് കിടന്നാലോ ചന്ദനത്തടിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ദുർഗന്ധമായിരിക്കും. എന്നുപോലെ ഈ ദേഹം അനാദിയായിരിക്കുന്ന കർമ്മബന്ധങ്ങളെ കൊണ്ട് ഞാൻ ഈ ജഡമാണ് എന്നുവെച്ച ചൈതന്യത്തെ മറന്ന് ഞാൻ ഈ ജഡമാണെന്ന് അങ്ങോട്ട് മോഹിച്ചാൽ തെറ്റിദ്ധരിച്ചറിയുമ്പോഴെന്താണ് ഈ ജഡത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി അധർമ്മങ്ങളും അക്രമങ്ങളും ചെയ്ത് ജീവിച്ചു പോകുമ്പോഴോ ഇതിൽ അവിദ്യ നിലനിൽക്കുകയാണ്. ആ അവിദ്യ നിലനിൽക്കുന്നത് കൊണ്ടോ ആത്മാവിന്റെ നമ്മുടെ സ്വന്തം നിജ സ്വരൂപം അവ്യക്തമാവുകയാണ്. യഥാർത്ഥം നമ്മുടെ സ്വന്തം സ്വരൂപം എന്താണ്? ആ ചന്ദനത്തടി പോലെ പരിശുദ്ധമാണ്, പരിമളം പരത്തുന്നതാണ്. എന്നാൽ ഈ അവിദ്യ ബാധിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ആചാരം കൊണ്ടെന്തായിരിക്കുകയാണ്? നമ്മുടെ യഥാർത്ഥ ബോധം മറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അനുഷ്ഠാനത്തെ കൊണ്ട്, സാധന കൊണ്ട്, ഗുരുകൃപ കൊണ്ട്, ഗുരുപദേശം കൊണ്ട് നമ്മൾ ധർമ്മം ആചരിച്ച് ജീവിക്കുമ്പോഴോ നമ്മൾ അവിദ്യ നശിച്ചവരായിട്ട് തീരുകയാണ്. അവിദ്യ നശിക്കുമ്പോഴോ ചന്ദനത്തിന്റെ സുഗന്ധം സ്വയം പ്രകടമായതുപോലെ തന്നെ നാം ആത്മാവാണെന്നുള്ള അവബോധത്തിലേക്ക് ഉയരുകയും ഉണരുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഈ സംസാരത്തെ നിലനിർത്തുന്നത് എന്താണ്? അവിദ്യ, കാമം, കർമ്മം. ഇവയാണ് ഈ സംസാരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവിദ്യ, കാമം, കർമ്മം. അവിദ്യ എവിടെ നിൽക്കുന്നു? കാരണശരീരത്തിലാണ്. കാമമോ സൂക്ഷ്മ ശരീരത്തില്, കർമ്മമോ സ്ഥൂല ശരീരത്തില്. അപ്പൊ അവിദ്യ നിലനിൽക്കുന്നത് കാരണശരീരം. അപ്പൊ അവിദ്യയെ വിദ്യയാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഈശ്വരന്റെ മൂലമന്ത്രത്തെ ഗുരുപദേശത്തോടുകൂടി നമ്മൾ ജപിക്കുകയും ആ രൂപത്തെ ധ്യാനിക്കുകയും നമ്മുടെ ധർമ്മത്തെ അവിടുത്തെ പൂജയായിട്ട് ആചരിക്കുകയും ചെയ്യണം. അപ്പോൾ അവിദ്യ നശിക്കും. അവിദ്യ നശിക്കാത്തപ്പോഴോ ആ അവിദ്യ കാരണശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? മോഹം, അത് ആഗ്രഹമുള്ള ഇതായിട്ട് തീരുകയാണ്. അതാണ്. അപ്പൊ അതിൽ നിന്നും മോചിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹോമം, പൂജ എന്നൊക്കെ പറയുന്ന ആചാരമാണ് മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, മനസ്സിന്റെ ആ പവിത്രതയ്ക്ക് വേണ്ടി ചെയ്യാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ കാമം, ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ അത് പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ട് ദേഹം, ശരീരം എന്ന് ചെയ്യും കർമ്മം, ധർമ്മവും അധർമ്മവുമായിരിക്കുന്ന പ്രവൃത്തികളെ ചെയ്യും. അപ്പൊ ഈ സംസാരം നിലനിൽക്കുകയും ചെയ്യും, തുടരുകയും ചെയ്യും. അപ്പൊ അവിദ്യയും കാമവും കർമ്മവുമാണ് നമ്മുടെ ഈ സംസാരത്തെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോ അവിദ്യയിൽ നിന്നും കാമത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് മോചിക്കുന്നത്? നമ്മുടേതായിരിക്കുന്ന കർത്തവ്യകർമ്മത്തെ
ഈശ്വര പൂജയായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ ആ രീതിയിൽ നമ്മൾ ആചരിച്ചു പോകുമ്പോൾ നമുക്കെന്തുണ്ടാകും? അവിദ്യയും കാമവും കർമ്മവും നശിച്ച് നമ്മൾ യഥാർത്ഥ ആത്മസ്വരൂപികളായിട്ട് ഉയരുക തന്നെ ചെയ്യും. നോക്കൂ, ഇവിടെ കൊല്ലാനായിട്ട് വിഷം കൊടുത്ത പിശാചിനെ കൂടി ഭഗവാൻ മോക്ഷം കൊടുത്തു. അപ്പോൾ ഭക്തിയോടുകൂടി ഈശ്വരനെ ഉപാസിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അതിദുർലഭമായിരിക്കുന്ന മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുകയാണ്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്താണ് സാധന ചെയ്ത് നമ്മൾ ആത്മാവിനെ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യണം. ആത്മാവിനെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ദേഹം കിട്ടിയിരിക്കുന്നത്. ധർമാധർമ്മങ്ങൾക്കും അതീതമായിട്ട് വർത്തിക്കുന്ന സന്യാസിമാര് പറഞ്ഞുപോയിരിക്കുന്ന ആത്മതത്വങ്ങളും ആ അദ്വൈത ഭാവത്തിലിരിക്കുന്ന എല്ലാവരും ബ്രഹ്മസ്വരൂപികൾ എന്ന് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന തത്വസംഹിതകളെ നമ്മളെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ മനഃപ്പാഠമാക്കി വെച്ച് മുന്നിലൊന്ന് പിന്നിലൊന്ന് എന്ന പോലെ നമ്മൾ മുമ്പിൽ അത് പറയുകയും പിന്നിൽ അധർമ്മം ആചരിക്കുകയും ചെയ്താൽ സംസ്കാരം പുഷ്ടി പ്രാപിക്കുകയില്ല. ഇവിടെ ആശ്രമം വെച്ച നമ്മള് ബ്രഹ്മചര്യാശ്രമത്തിലാണെങ്കിൽ അവിടുത്തെ ധർമ്മം, ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിൽ അവിടുത്തെ ധർമ്മം, അതുപോലെ വാനപ്രസ്ഥാശ്രമത്തിലാണെങ്കിൽ അവിടുത്തെ ധർമ്മം, സന്യാസാശ്രമത്തിലാണെങ്കിൽ അവിടെ യാതൊരു ധർമ്മമില്ലെങ്കിലും നമ്മൾ കാവിയെല്ലാം സ്വീകരിച്ച് പരമ്പരയിൽ ഒരു സന്യാസിയായിട്ട് നിൽക്കുമ്പോൾ ധർമ്മത്തിന് വേണ്ടി നമ്മൾ തത്വം സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം, തന്റെ അടുക്കലേക്ക് വരുന്നവരോട് പ്രത്യേകിച്ച്. അപ്പോ ഈശ്വരന്റെ നാമമന്ത്രത്തെ ജപിച്ചും രൂപധ്യാനത്തെ ചെയ്തും നമ്മുടെ കർമ്മങ്ങളെല്ലാം അവിടുത്തെ പൂജയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ നിസ്സംശയം മുന്നിലേക്ക് പോകുമ്പോൾ അസംസക്തി എന്ന യോഗഭൂമിക അത് പ്രായോഗികമാകും. ഈ ലോകത്തിലെ യാതൊന്നും പിന്നെ നമ്മെ മോഹിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യില്ല. ഇവിടെ പൂതനാമോക്ഷം, പൂതന അവിദ്യയാണെന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. അവിദ്യ നശിക്കുവാൻ ഈശ്വര സ്മൃതിയിൽ നമ്മൾ അന്തർമുഖമാകണമെന്നും നമുക്ക് കാണുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഭഗവാൻ തുടർന്ന് നടത്തിയ ലീലകളെയെല്ലാം ശ്രവിക്കുവാനായിട്ട് ആരംഭിക്കാം.